നമസ്കാരം. ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് ഒരു വിജ്ഞാപനം വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ മാസം 3-ാം തീയതി 3/5/2024 വന്നിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനാണ്. ഇതിൻ്റെ നിയമനം നടക്കുന്നത് 5/6/2024 ഇതിൻ്റെ നിയമനം നടക്കാൻ വേണ്ടി പോകുന്നത്. 6 മാസത്തേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിലുള്ള PDF-ഉം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് മെയിനായിട്ട് വിളിച്ചിരിക്കുന്നത് ഈശ്വരവിശ്വാസികളായ ഹിന്ദുക്കളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്നാണ് ഈ നോട്ടിഫിക്കേഷനകത്ത് പറയുന്നത്. 2 പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. സോപാന കാവൽ, അതുപോലെ തന്നെ വനിതാ സെക്യൂരിറ്റി ഗാർഡ്, 2 പോസ്റ്റുകളിലേക്കായിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. നിയമന കാലാവധി പറഞ്ഞതുപോലെ തന്നെ 5/6/2024 മുതൽ 4/12/2024 വരെയാണ് ഇതിൻ്റെ നിയമനം ഉണ്ടായിരിക്കുക. 6 മാസത്തേക്കാണ്. പ്രതിമാസം നിങ്ങൾക്ക് 18,000 രൂപയാണ് സോപാനം കാവലിലേക്കായിട്ട് ലഭിക്കുക. ഒഴിവ് 15 ഒഴിവുകളാണുള്ളത്. പ്രായം നോക്കുന്ന സമയത്ത് 1/1/2024 നിങ്ങൾക്ക് 30 വയസ്സും അതുപോലെ തന്നെ 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. ഒരു ഡേറ്റ് നോക്കുന്നത് 1/1/2024 വെച്ചിട്ടാണ്. ഈ ഒരു 30 വയസ്സ് നിങ്ങൾക്ക് കുറയാനോ അതുപോലെ 50 വയസ്സ് നിങ്ങൾക്ക് കൂടുവാനോ പാടുള്ളതല്ല. യോഗ്യതകൾ നോക്കുന്ന സമയത്ത് 7-ാം ക്ലാസ് ജയിച്ചിരിക്കണമെന്നാണ് ഈ ഒരു സോപാനം കാവലിൻ്റെ യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ യാതൊരുവിധ ശാരീരിക അംഗവൈകല്യമുള്ളവരൊന്നും ആവാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യ കൃതകാർത്ഥരായിരിക്കണമെന്നുകൂടി പറയുന്നുണ്ട്. പുരുഷന്മാർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. അസിസ്റ്റൻറ്റ് സർജനിൽ കുറയാത്ത ഗവൺമെൻറ് ഡോക്ടറുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൂടി ഈ അപേക്ഷയോടൊപ്പം നിങ്ങൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. നല്ല കാഴ്ചശക്തിയും കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിഭാഗങ്ങൾക്ക് 10% റിസർവേഷനും കൂടി ഈ ഒരു പോസ്റ്റിലേക്ക് ഉണ്ടായിരിക്കുന്നതാണ്. നിലവിലുള്ള സോപാനം കാവൽക്കാരുടെ അപേക്ഷ പരിഗണിക്കുന്നതല്ല എന്നുകൂടി ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് തന്നെ പറയുന്നുണ്ട്. അടുത്തത് വനിതാ സെക്യൂരിറ്റി ഗാർഡ് നോക്കുന്ന സമയത്ത് സെയിം കാലയളവ് തന്നെയാണ്. 5/6/2024 4/12/2024 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 6 മാസത്തേക്കാണ് ഇതിൻ്റെ കാലാവധി ഉണ്ടായിരിക്കുക. പ്രതിമാസം നിങ്ങൾക്ക് 18,000 രൂപ തന്നെയാണ് ലഭിക്കുക. 12 ഒഴിവുകളാണ് അതിലേക്കുള്ളത്. പ്രായം നോക്കുന്ന സമയത്ത് 1/1/2024 നിങ്ങൾക്ക് 55 വയസ്സ് കുറയുവാനോ 60 വയസ്സ് കൂടുവാനോ പാടുള്ളതല്ല എന്ന് കൂടി പറയുന്നുണ്ട്. യോഗ്യതകൾ 7-ാം ക്ലാസ് നിങ്ങൾ ജയിച്ചിരിക്കേണ്ടതാണ്. ശാരീരികമായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നുണ്ട്. അസിസ്റ്റൻറ്റ് സർജനിൽ കുറയാത്ത ഗവൺമെൻറ് ഡോക്ടറുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ അപേക്ഷയോടൊപ്പം വെക്കേണ്ടതായിട്ടുണ്ട്. നല്ല കാഴ്ചശക്തി ഉള്ളവരായിരിക്കണം. അപേക്ഷാ ഫോറം ദേവസ്വം ബോർഡ് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിന് നിങ്ങൾ 118 രൂപ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. 100 രൂപ പ്ലസ് 18 GST ആണ് വരുന്നത്. 4/5/2024 മുതൽ 18/5/2024 ഈ തീയതി വരെ വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് അപേക്ഷയും കാര്യങ്ങളൊക്കെ അയക്കാവുന്നതാണ്. പ്രവൃത്തി ദിവസങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷയും കാര്യങ്ങളൊക്കെ ലഭിക്കാമെന്ന് കൂടി പറയുന്നുണ്ട്. മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഒപ്പുവയ്ക്കുന്ന ഡോക്ടറുടെ യോഗ്യത, രജിസ്റ്റർ നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സീലിനകത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ പട്ടികജാതി പട്ടികവർഗത്തിൽ പെടുന്നവരെ അധികാരിയിൽ നിന്ന് ലഭിച്ച ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് കൂടി അപേക്ഷാ ഫോമിൻ്റെ കൂടെ വെക്കേണ്ടതായിട്ടുണ്ട്. അപേക്ഷാ ഫോം നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. അപേക്ഷാ ഫോം നിങ്ങൾ തപാൽ മാർഗം അയക്കുന്നതല്ല എന്നുകൂടി, അതായത് നിങ്ങൾക്ക് അപേക്ഷാ ഫോം നിങ്ങൾ തപാൽ മാർഗം അയച്ച് തരുന്നതല്ല എന്നുകൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. വയസ്സ്, യോഗ്യത, ജാതി, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതമാണ് അപേക്ഷ അയക്കേണ്ടത്. ദേവസ്വം ഓഫീസിൽ നേരിട്ട് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ, ഗുരുവായൂർ ദേവസ്വം, ഗുരുവായൂർ 680101 എന്ന മേൽവിലാസത്തിലോ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. 20/5/2024 വൈകുന്നേരം 5 മണിക്ക് മുൻപായിട്ട് ഈ ഒരു അപേക്ഷകൾ അവിടെ എത്തിച്ചേരേണ്ടതാണ്. ദേവസ്വത്തിൽ നിന്ന് നൽകുന്ന നിർദ്ദിഷ്ട ഫോറത്തിലല്ലാതെ മതിയായ അല്ലാതെ ഏതെങ്കിലും അപൂർവമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അയക്കുകയാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുന്നതാണെന്നുള്ള കാര്യം കൂടി ഇതിനകത്ത് പ്രത്യേകം തന്നെ പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി സംബന്ധിച്ച് യാതൊരു കത്തിടപാടുകളും നടത്തുന്നതല്ല എന്ന് കൂടി പറയുന്നുണ്ട്. പിന്നെ വിശദ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ ദേവസ്വം ഓഫീസിൻ്റെ 048725563335 എന്ന
നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഇതാണ് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു നോട്ടിഫിക്കേഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ ബൈ.